ഹലോ ഗായ്സ്, ഇന്ന് ഞാനേ അടീനത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ച് കളയുന്ന ഒരു വില്ലനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നേക്കുന്നത്. അടുത്ത കാലത്തായിട്ട് ഇവനെ അങ്ങനെ കാണാറില്ലായിരുന്നു. എന്നാൽ ഇന്നലെ ഞാൻ യാദർശ്യം എല്ലാ അടീനത്തിൻ്റെ അടുത്ത് എല്ലാ ദിവസവും ഞാൻ അടീനത്തെ നന്നായിട്ട് വീക്ഷിക്കും. എനിക്ക് ഈ പുഴുവിനെ ഭയങ്കരമായിട്ടും ഒരു പേടിയുള്ള കാര്യമാണ്. കാരണം എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ അടീനത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അടീനെ മുഴുവൻ നശിച്ചു പോകും. അത്രയ്ക്ക് പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ മുഴുവനും അതിൻ്റെ കിളിർന്നിരിക്കുന്നതായ ആ ഇലകളും തണ്ടുകളും മുഴുവനും അതിൻ്റെ വെള്ളം വലിച്ചൂറ്റി ഇത് കുടിക്കും. അതാണ് അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഈ പുഴുവിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. ഈ പുഴുവിനെ നശിപ്പിച്ച് കളയുക എന്നുള്ള ഒറ്റയൊരു മാർഗ്ഗമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാനതിനെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കത്തില്ല, എല്ലാത്തിനെയും കൊന്നുകളയും. അതാണ്. അല്ലെങ്കിൽ അടീനിയെ മുഴുവനും ഇത് തിന്ന് തീർക്കും. നല്ല മൊട്ടുകളും നല്ല ഹെൽത്തി ആയിരിക്കുന്ന അടീനിയതയിലാണ് ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന അടീനിയം ഭക്ഷിക്കാനാണ് ഇവർക്ക് ഏറെ ഇഷ്ടമെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് ശോഷിച്ച് നിൽക്കുന്ന അടീനിയം ഒന്നും ഉണ്ടെങ്കിൽ അതിലൊന്നും വരത്തതേയില്ല. ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഇല കണ്ടോ, ഈ ഇലയിൽ ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് തന്നെയല്ല, ആ ഇലകളൊക്കെ പകുതിയും തിന്ന് ഇരിക്കും. അതെനിക്ക് കണ്ടാൽ പെട്ടെന്നറിയാം. കാരണം ഞാനിത് സ്ഥിരമായിട്ട് ഇത് കാണുന്നതായതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ എനിക്കറിയാം ഇലയുടെ അടിയിലോ പൂമൊട്ടിൻ്റെ അടിയിലോ പൂവേലോ എവിടെയെങ്കിലും ഇതിരിപ്പുണ്ടെന്ന്. ആ ചെടിയിലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അന്നേരപ്പോൾ തന്നെ ഞാൻ എല്ലാ ഇലകളും മറിച്ചും പൂക്കളെല്ലാം മറിച്ച് നോക്കും, എവിടുന്നേലും അതിനെ കിട്ടുകയും ചെയ്യും. അപ്പം അത് തിന്ന് വരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ആ ഇലയിലും മറ്റുള്ള തണ്ടിലും കാണാം. അങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന വഴി. എന്തായാലും ഈ പുഴു തിന്ന ഇല ഇനിയും കൊള്ളത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, അത് മടക്കി അതിനെ അങ്ങ് കൊല്ലും. എന്നിട്ട് ആ ഇല അങ്ങ് പറിച്ചു കളയും. അങ്ങനെയാണ് ഞാൻ ഇതിനെ കൊല്ലുന്നത്. അല്ലെങ്കിൽ അതിനെ തോണ്ടിയെടുത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് കയ്യുന്നത് താഴെ പോവുകയും ചെയ്യും. പിന്നെ എവിടെ പോയെന്നറിയത്തില്ല. പിന്നെ അത് ചെടിയെ തന്നെ കയറാനായിട്ട് സാധ്യതയേറെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ അതിനെ സൂക്ഷിച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് ഞെക്കി തടിയെ വെച്ചോ എവിടെയെങ്കിലും വെച്ച് നിലത്തിട്ടോ അങ്ങ് കൊല്ലും. കൊന്നു കളയുക എന്ന് മാത്രമാണ് ഇതിനുള്ള ഏക പോകുമ്പഴി. ഞാനല്ലാതെ ഇതുവരെ മരുന്നുകളൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണേലും ഞാൻ ഒരു 1.5 മണിക്കൂർ ഞാൻ അതിന് വേണ്ടിയിട്ടങ്ങ് ചിലവഴിക്കും. കാരണം ആ ചെടിക്കകത്തെല്ലാം കയറി ഇറങ്ങി നോക്കാനുണ്ട്. കാരണം എല്ലാ ചെടികളിലും ഒരു ചെടിയെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ബാക്കി എല്ലാ ചെടികളിലെയും ഈ പുഴു വന്നിട്ടുണ്ട്. ഇത് ഇനിയും പൂമ്പാറ്റയുടെ ചെറിയ പുഴുക്കളാണോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഏതായാലും ഈ പുഴു ഈ ചെടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് ചെടി രക്ഷപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ മറ്റുള്ള മരുന്നുകളൊന്നും ഇതിന് ഉപയോഗിക്കാറില്ല. ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഏക മാർഗ്ഗമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് മരുന്നുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ സാഫൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ശല്യങ്ങൾ വരാറില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മറ്റുള്ള ഒരു അടീനത്തിന് വേറൊരു പ്രശ്നം എനിക്ക് അടീനം വളർത്തുന്നതിൽ വന്നിട്ടില്ല. ഈ പുഴുവിൻ്റെ ശല്യമാണ് ഏറ്റവും കൂടുതൽ ചില സമയങ്ങളിൽ ഉണ്ടാകാറുള്ളത്. അഡീനിയം പ്ലാന്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്ലാന്റിനെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഒറ്റ ദിവസം മതി ഈ പുഴുവിനൊക്കെ ഈ ചെടി മുഴുവനും തിന്ന് തീർക്കാൻ. അതുകൊണ്ട് മിക്ക സമയങ്ങളിലും നമുക്ക് അടീനത്തെ ഒരു ശ്രദ്ധ വേണം. അതിന് വലിയ കെയറൊന്നും വേണ്ട എങ്കിലും ഇങ്ങനെയുള്ള പുഴുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ അതിനെ രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ നമുക്ക് എന്നും ഒരു ശ്രദ്ധ ആവശ്യമാണ്. അതേന്നേ, ശരിക്കും നമ്മൾ ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ ഈ ചെടികളെ നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയധികം നല്ല പൂക്കളായിട്ടൊക്കെ നിൽക്കുന്നത്. ഈ ഒത്തിരി ചെടികൾ വളർത്തുന്നിടത്ത് അവരതിനുള്ളതായ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ചാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ വീടുകളിൽ വളർത്തുമ്പം അങ്ങനെയുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതിനെ ശ്രദ്ധിച്ച് വേണം വളർത്താൻ. അടീനി പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് അല്ലെ നല്ലൊരു ഫ്ലവർ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.